മുല്ലപ്പെരിയാറിൽ ഉപസമിതിയുടെ പരിശോധന. ബോട്ട് മാർഗം മുല്ലപ്പെരിയാർ ഡാമിലെത്തിയാണ് പരിശോധന. പ്രധാന ഡാം, ബേബി ഡാം എന്നിവിടങ്ങളിലാണ് പരിശോധന. സ്പിൽവേ ഷട്ടറുകളുടെ കാര്യക്ഷമത ഉൾപ്പെടെ വിലയിരുത്തും. ആൽവിൻ തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ആൽവിൻ, പരിശോധനയുടെ വിശദാംശങ്ങൾ നൽകാം. കാലയളവിലൊക്കെ ഇവർ പരിശോധന നടത്താറുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത്. ഇതിന്റെ ബലം ഉൾപ്പെടെയുള്ളവ ആണ് പരിശോധിക്കുന്നത്. പ്രധാന ഡാമും അതോടൊപ്പം തന്നെ ബേബി ഡാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നേരിട്ടെത്തിയാണ് പരിശോധന നടത്തുന്നത്. ഈ സംഘത്തിൽ പിന്നീട് കാര്യക്ഷമത ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ വിഷയം വളരെ സജീവമായി തന്നെ ചർച്ചയാകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. മുല്ലപ്പെരിയാറിൻ്റെ അണക്കെട്ടിൻ്റെ ബലവുമായി എന്തെങ്കിലും തരത്തിൽ ബലക്ഷയമുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് കൂടിയാണ് അവർ പരിശോധിക്കുന്നത്. ആ പരിശോധനയുടെ ഭാഗമായാണ് ഇപ്പോൾ വിദഗ്ധ സംഘം എത്തി, ഉപസമിതി എത്തി ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിലേക്ക് ബോട്ട് മുഖാന്തരം ചെന്ന് ഡാമിൽ നേരിട്ടെത്തി പരിശോധനകൾ നടത്തുന്നത്. ഇതിനുശേഷം തിരിച്ച് കുമളിയിലെത്തി. കുമളിയിൽ യോഗം ചേർന്ന ശേഷം വിലയിരുത്തി ഇപ്പോഴത്തെ ഡാമിൻ്റെ കണ്ടീഷനുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തൽ നടത്തിയ ശേഷമാകും സമിതി മടങ്ങുക. ഈ സമിതി റിപ്പോർട്ട് പ്രധാന മേൽനോട്ട സമിതിക്കാണ് സമർപ്പിക്കുകയും ചെയ്യുന്നത്. സ്വാതി. ഓക്കെ, ശരി ആൽവിൻ.